كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إن الصلاة كانت على المؤمنين كتابا موقوتا. സമാധാനീയരായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഏവരെയും നാഥൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമസ്കാരത്തിൻ്റെ 4 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഷർത്ത്, റുക്ന്, ഫർള്, സുന്നത്ത് എന്നിവയെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചത്. ഇതൊക്കെ എന്താണ് എന്നും ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നും നമസ്കാരത്തിൽ ഇത് മനസ്സിലാക്കുന്നത് അതിൻ്റെ പ്രാധാന്യം എത്രയാണ് എന്നും നമ്മൾ സൂചിപ്പിച്ചു. ഇനി അതിൽ ഓരോന്നിനെക്കുറിച്ചും നമുക്ക് കൃത്യമായി ചില ധാരണകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇവ ഓരോന്നും ഏതൊക്കെയാണ് എന്ന് നമ്മൾ കൃത്യമായി അറിയണം. ഇതുവരെ നാം സൂചിപ്പിച്ചത് ഇവയെല്ലാം എന്താണ് എന്നാണ്. എന്നാൽ നമസ്കാരത്തിലെ ഷർത്തുകൾ ഏതൊക്കെയാണ്, നമസ്കാരത്തിലെ റുക്നുകൾ ഏതൊക്കെയാണ്, നമസ്കാരത്തിലെ ഫർളും സുന്നത്തുകളും ഏതൊക്കെയാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിലെ ഷർത്തുകളെക്കുറിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ആമുഖമായി ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഇങ്ങനെ അക്കമിട്ട് നിരത്തി പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. നേരെമറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും അതിനെയെല്ലാം പണ്ഡിതന്മാർ വിശകലനം ചെയ്യുകയും എന്നിട്ട് കൃത്യമായി നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ അത് കൃത്യമായും യോഗ്യമാകും വിധത്തിലും നിർവഹിക്കാൻ കഴിയും വിധത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും അതിനെ കൃത്യമായി അക്കമിട്ട് പഠിപ്പിക്കുകയും ചെയ്തതാണ് നമുക്ക് ഇങ്ങനെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ വിശ്വാസികൾ എന്ന നിലക്ക്, അതും നിത്യവും നാം 5 നേരം നിർബന്ധമായും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരത്തെക്കുറിച്ച്
വ്യക്തമായ ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതിലിങ്ങനെ ഇനി ഓരോന്നും പറയുമ്പോഴും ഇത് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടവയാണ്, മനഃപ്പാഠമാക്കി മനസ്സിലാക്കേണ്ടവയാണ്. ഒരുപക്ഷെ നമ്മൾ മദ്രസകളിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചവയായിരിക്കും, പിന്നീട് മറന്നു പോയതോ ഒക്കെ ആവും. പക്ഷെ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ഗുണം ചെയ്യും എന്നതുകൊണ്ടാണ്. നമസ്കാരത്തിലെ ഷർത്തുകൾ 9 എണ്ണമാണ്. ഓർത്തിരിക്കുക, നമസ്കാരത്തിലെ ഷർത്തുകൾ എന്ന് പറയുന്നത് 9 എണ്ണമാണ്. ഈ ഷർത്തുകളെ പണ്ഡിതന്മാർ 2ആയി തരം തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് നമസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകളാണ്. ഒന്നാമത്തത് നമസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്താണ്. രണ്ടാമത്തത് നമസ്കാരം ശരിയാകാനും അല്ലെങ്കിൽ നമസ്കാരം സമ്പൂർണ്ണ അർത്ഥത്തിൽ പ്രതിഫലാർഹമാകാനും സ്വീകാര്യയോഗ്യമാകാനും വേണ്ടിയിട്ടുള്ള ഷർത്തുകളാണ്. ഇത് രണ്ടിനെയും വ്യവച്ഛേദിച്ച് തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തത് നമസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകളാണ്. അതിൽ ഒന്ന്, അഥവാ ഈ 9 ഷർത്തുകളിൽ ഒന്നാമത്തത് അൽ ഇസ്ലാം, ഇസ്ലാമാണ്. മുസ്ലിം ആവുക എന്നതാണ് നമസ്കാരം സ്വീകാര്യമാകാൻ അല്ലെങ്കിൽ നമസ്കാരം നിർബന്ധമാകാനുള്ള ഒന്നാമത്തെ ഷർത്ത്. മുസ്ലിമായ ഓരോരുത്തർക്കും നമസ്കാരം നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ ആരാണോ മുസ്ലിം ആകുന്നത് അവന് മാത്രമാണ് നമസ്കാരം നിർബന്ധമായിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുക്മിനീന, അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഭാഗം അലൽ മുക്മിനീന, നമസ്കാരം ആർക്ക് നിർബന്ധം എന്ന് ചോദിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നത് അലൽ മുക്മിനീൻ, ഈമാനുള്ള അഥവാ വിശ്വാസം ഉള്ള ആളുകൾക്കാണ് നമസ്കാരം നിർബന്ധം. അഥവാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ആര് പ്രഖ്യാപിച്ചുവോ ആ പ്രഖ്യാപനം കൃത്യമായി നടത്തുകയും അത് നെഞ്ചേറ്റുകയും ചെയ്തവനാരോ, അങ്ങനെ മുസ്ലിം ആയവനാരോ അവനാണ് നമസ്കാരം നിർബന്ധം. എന്നാൽ അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളമോ വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 5-ാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നത് വമൻ യക്ഫുർ ബിൽ ഈമാൻ ഫഖദ് ഹബിത അമലുഹു വഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഈമാനിനെ, വിശ്വാസത്തെ നിഷേധിക്കുകയാണ് എങ്കിൽ ഫഖദ് ഹബിത അമലുഹു, അവൻ്റെ കർമ്മങ്ങളെല്ലാം തകർന്നു പോകുന്നതാണ്. വഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, മാത്രമല്ല അന്ത്യദിനത്തിൽ പരലോകത്ത് അവൻ നഷ്ടക്കാരിൽ പെട്ട ആളും ആയിരിക്കും, നിന്ദ്യനായിക്കൊണ്ടായിരിക്കും അവൻ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക എന്നതാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 23-ാമത്തെ വചനം വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. ഈ വിശ്വാസമില്ലാത്ത ആളുകളുടെ കർമ്മങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നിടത്ത് വിശ്വാസത്തെ നിഷേധിക്കുകയും എന്നാൽ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും നല്ല ജീവിതം നയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കർമ്മങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഖദിംനാ ഇലാ മാ അമിലു, അവർ പ്രവർത്തിച്ചതിലേക്ക് നാം ചെല്ലുകയും ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, എന്നിട്ട് അതിനെയെല്ലാം പറത്തിക്കളയുന്ന ധൂളികളാക്കി മാറ്റുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകാര്യമാകാനും അതിന് പ്രതിഫലം ലഭിക്കാനും അതിൻ്റെ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കണം. എപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ ന്യൂനതകൾ ഉണ്ടാകുന്നു, നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം മുസ്ലിം അല്ലാതെ ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൽ ചെറിയ ന്യൂനതകൾ സംഭവിക്കുന്നതിനെ കുറിച്ച് പോലും നമ്മൾ ഭയപ്പെടണം. ഷിർക്ക് അതിലേക്ക് കടന്നു വരുന്നതിൻ്റെ അതിൻ്റെ ചെറിയ ലാഞ്ചനകൾ പോലും ഉണ്ടാകുന്നത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന കാര്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പലപ്പോഴും നമ്മുടെ ഇടയിലുള്ള പല ആളുകളെയും കാണുന്ന സമയത്ത് നമുക്കുണ്ടാകാവുന്ന ഒരു സംശയം, ആയിഷ റളിയല്ലാഹു അൻഹ പണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്, ഇന്ന ഇബ്നു ജുദ്ആൻ ഫിൽ ജാഹിലിയ്യത്തി കാന യഖ്രി വൈഫ്. ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന മനുഷ്യൻ ജാഹിലിയ കാലഘട്ടത്തിൽ അതിഥികളെ സൽക്കരിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ആളായിരുന്നു. വയുഹ്സിനുൽ ജിവാർ, അതോടൊപ്പം തന്നെ അയൽവാസികളോട് ഏറ്റവും നന്നായി വർത്തിക്കുകയും വയസിലുർ റഹിം, കുടുംബ ബന്ധം അങ്ങേയറ്റം ചേർക്കുകയും ചെയ്യുന്ന
അതിൽ ഏറെ താല്പര്യം കാണിക്കുന്ന, അയൽവാസികളോട് മാന്യമായി പെരുമാറുന്ന, അതിഥികളെ സൽക്കരിക്കുന്ന ആളായിരുന്നു ഇബ്നു ജുദ്ആൻ. ഫഹൽ യൻഫഉഹു ദാലിക, ആയിഷ ബീവിയുടെ സംശയം ഇതാണ്, ഫഹൽ യൻഫഉഹു ദാലിക, അത് അദ്ദേഹത്തിന് ഉപകാരപ്പെടുമോ എന്നാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ആളുകൾ ഈ രൂപത്തിലുണ്ട്. വിശ്വാസികൾ അല്ലാതിരിക്കുകയും അഥവാ അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കുകയും എന്നാൽ ധാരാളം സൽക്കർമ്മങ്ങൾ, സമൂഹത്തിന് ഉപകാരപ്രദമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, അദ്ദേഹത്തിന് അത് ഉപകാരപ്പെടുമോ? തീർച്ചയായും ആ ചോദ്യം പരലോകത്തെ സംബന്ധിച്ചുള്ളതായിരിക്കും. നാളെ പരലോകത്ത് അദ്ദേഹത്തിന് ഇത് ഉപകാരപ്പെടുമോ എന്നതായിരിക്കും. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇല്ല എന്നാണ്. ഇല്ല എന്നാണ് പ്രവാചകന്റെ മറുപടി. ഇന്നഹു ലം യഖുൽ യൗമൻ ഖത്തുൻ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖതിഅതി യൗമദ്ദീൻ. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാരണം, അദ്ദേഹം ഒരിക്കൽ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലാഹുമ്മ ഗ്ഫിർ ലി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ എന്ന്. ഖതിഅതി, എൻ്റെ പാപങ്ങളെ, യൗമദ്ദീൻ, ആ അന്ത്യദിനത്തിൽ എൻ്റെ പാപങ്ങളെ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിളി എന്ന് പറയുന്നത് അല്ലാഹുമ്മ എന്നുള്ളതാണ്. ആർക്കാണ്? അള്ളാഹുവിനോട് പാപമോചനം തേടാൻ കഴിയുക? അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്കാണ്. ആ വിശ്വാസം പ്രഖ്യാപിച്ച ആളുകൾക്കാണ്. ആ വിശ്വാസം ബോധ്യമായി മനസ്സിലുള്ള ആളുകൾക്കാണ്. അള്ളാഹുവിനോട് പാപമോചനം തേടുന്നതിലൂടെ മാത്രമേ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന വിശ്വാസം അടിയുറച്ച ആളുകൾക്കാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ, കർമ്മം നിർബന്ധമാകാനുള്ള, നമസ്കാരം നിർബന്ധമാകാനുള്ള ഒന്നാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് ഇസ്ലാമാണ്, മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് അൽ അഖ്ൽ, ബുദ്ധിയാണ്. ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമേ നമസ്കാരം നിർബന്ധമുള്ളൂ. ബുദ്ധി ഇല്ലാത്ത ആളുകൾക്ക് അഥവാ ഭ്രാന്തന്മാരായ ആളുകൾക്ക് നമസ്കാരം നിർബന്ധമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റുഫിഅൽ കലമു അൻ സലാസത്തിൻ, 3 ആളുകളുടെ കാര്യത്തിൽ അവരുടെ കലം ഉയർത്തപ്പെട്ടിരിക്കുന്നു. അവരുടെ രേഖപ്പെടുത്തലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തിവെച്ചിരിക്കുന്നു. അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുകയോ അത് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഈ 3 വിഭാഗം ആളുകൾ? പ്രവാചകൻ പറഞ്ഞത് അന്നായിം ഹത്താ യസ്തൈഖിൽ, ഉറങ്ങിപ്പോയവനാണ്. ഹത്താ യസ്തൈഖിൽ, ഉണരുന്നതുവരെ. അതുകൊണ്ടാണ് നമസ്കാരത്തിൻ്റെ സമയത്ത് മനഃപൂർവ്വമല്ലാതെ ഉറങ്ങിപ്പോകുന്ന ആളുകൾ നമസ്കരിക്കേണ്ടത് എപ്പോഴാണ്? ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്താണ്. സുബഹിക്ക് ഒരു മനുഷ്യൻ ഉറങ്ങിപ്പോയി, ക്ഷീണം കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ മനഃപൂർവ്വമല്ലാതെ ഒരാൾ ഉറങ്ങിപ്പോയാൽ അവൻ സുബഹി നമസ്കരിക്കേണ്ടത് എപ്പോഴാണ്? ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് എപ്പോഴോ അപ്പോഴാണ് അയാൾ സുബഹി നമസ്കരിക്കേണ്ടത്. ഏത് നമസ്കാരവും അങ്ങനെ തന്നെ. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അള്ളാഹു കലം ഉയർത്തിയ 3 ആളുകളിൽ ഒരാൾ ആരാണ്? ഉറങ്ങിപ്പോയവനാണ്. രണ്ടാമത്തത് വൽ മജ്നൂൻ ഹത്താ യഫീഖ്, ഭ്രാന്തനായ ആളാണ്, അഥവാ ബുദ്ധി സ്ഥിരതയില്ലാത്ത ആളാണ്. അയാൾക്ക് സ്ഥിരബുദ്ധി തിരിച്ചു കിട്ടുന്നതുവരെ അയാളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുകയോ ആ കർമ്മങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുകയില്ല. മൂന്നാമത്തത് അടുത്ത ഷർത്തുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് അത്തമ്മീസ്, വകതിരിവ് ഉണ്ടാവുക എന്നാണ്. നമസ്കാരം നിർബന്ധമാകാനുള്ള മൂന്നാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് തമ്മീസാണ്, വകതിരിവാണ്. കാര്യങ്ങൾ മനസ്സിലാകാനും നമസ്കാരവും നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും അതിലെ പ്രാർത്ഥനകളും അതിൻ്റെ ഗൗരവവും എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന പ്രായത്തിൽ എത്തുമ്പോൾ മാത്രമാണ് നമസ്കാരം ഒരാൾക്ക് നിർബന്ധമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ 3 ആളുകളിൽ മൂന്നാമത്തെ ആള് എന്ന് പറയുന്നത് അസ്സഗീർ ഹത്താ യബ്ലുഗ്, ചെറിയ കുട്ടികളാണ്. പ്രായപൂർത്തിയാകുന്നതുവരെ ചെറിയ കുട്ടികളുടെ നമസ്കാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങളെക്കുറിച്ചോ രേഖപ്പെടുത്തുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് മുറു ഔലാദക്കും ബിസ്വലാത്തി ലിസബ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടത് എത്രാമത്തെ വയസ്സിലാണ്? 7ാമത്തെ വയസ്സിലാണ്. 7 വയസ്സ് മുതൽ നിങ്ങൾ കുട്ടികളോട്
നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അഥവാ നമസ്കാരത്തെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ ഗൗരവവും മനസ്സിലാക്കാനും ഒക്കെ റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള അവരുടെ പക്വതയുടെ പ്രായം എന്ന് പറയുന്നത് 7 വയസ്സാണ്. ആ സമയം മുതൽ അവരോട് കൽപ്പിക്കണം. വളിരിബൂഹും അലൈഹാ ലിഅശ്രിൻ. എന്നാൽ 10 വയസ്സായിട്ടും അവൻ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അവനെ അടിക്കണം. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഈ 3 ഷർത്തുകളാണ് ഒരാൾക്ക് നമസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകളായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഇനി നമസ്കാരം സ്വീകാര്യമാകാനുള്ള അല്ലെങ്കിൽ നമസ്കാരം ശരിയാകാനുള്ള ഷർത്തുകൾ ബാക്കി 6 എണ്ണമാണ്. അത് മുസ്ലിമായ ഈ പറയപ്പെട്ട ഷർത്തുകൾ ഒത്ത ആൾ മുസ്ലിം ആവുകയും ബുദ്ധി ഉണ്ടാവുകയും തമ്മീസെത്തുകയും വകതിരിവുണ്ടാവുകയും അല്ലെങ്കിൽ പ്രായപൂർത്തിയാവുകയും ചെയ്ത ആളുകൾക്ക് അവരുടെ നമസ്കാരം റബ്ബ് സ്വീകാര്യമാകാൻ വേണ്ട ഷർത്തുകൾ 6 എണ്ണമാണ്. അതിൽ ഒന്നാമത്തത് ദുഖൂലുൽ വക്താണ്, സമയമാവുക എന്നതാണ്. നമസ്കാരത്തിൻ്റെ സമയമാകണം. നാം ഓതിവെച്ച ആയത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത. മൗഖൂത്ത് എന്ന് പറഞ്ഞാൽ സമയം നിർണയിക്കപ്പെട്ടത് എന്നാണ്. എപ്പോഴെങ്കിലും 5 നേരം നമസ്കരിക്കുക എന്നുള്ളതല്ല. ഓരോന്നിനും നിർണയിക്കപ്പെട്ട സമയം ഏതോ ആ സമയത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നിയ സമയത്ത് 5 നമസ്കാരങ്ങൾ നിർവഹിക്കുക എന്നുള്ളതല്ല. പലപ്പോഴും പല സ്ത്രീകളും തൊഴിലിൻ്റെ അല്ലെങ്കിൽ വീട്ടിലെ ജോലിയുടെ തിരക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്യാറുള്ളത് രാവിലെ മുതലേ നമസ്കരിക്കില്ല, രാത്രിയാകുമ്പോൾ എല്ലാത്തിൽ നിന്നും വൃത്തിയായി എല്ലാം ഒരുമിച്ച് നമസ്കരിക്കുന്ന രീതിയാണ്. അങ്ങനെ ഒരു നമസ്കാരം ഇസ്ലാമിലില്ല. സമയത്താണ് നമസ്കരിക്കേണ്ടത്. ഓരോന്നിനും അതിൻ്റെതായ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. അദ്ദേഹം പറയുന്നത് സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി തആല, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം ഏതാണ്? കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണ് എന്ന് ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്വലാത്തു അലാ വക്തിഹ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ്. ഓരോന്നിനും അതിൻ്റെതായ സമയം റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. മധ്യാഹ്നത്തിൽ നിന്ന് സൂര്യൻ നമ്മുടെ തലക്ക് നേരെ മുകളിൽ നിന്ന് സൂര്യൻ തെറ്റുന്ന സമയം മുതൽ ളുഹറിൻ്റെ സമയം ആരംഭിക്കുന്നുണ്ട്. അസറിൻ്റെ സമയം ആരംഭിക്കുന്നത് ഒരു മനുഷ്യൻ്റെ നിഴൽ അവനോളം വലിപ്പം എത്തുന്ന സമയം മുതൽ അസറിൻ്റെ സമയം ആരംഭിക്കുന്നുണ്ട്. സൂര്യൻ അസ്തമിച്ച സമയം മുതൽ മഗ്രിബ് അതിൻ്റെ സമയം ആരംഭിക്കുന്നുണ്ട്. ഇതിന് നിർണയിച്ച നിശ്ചയിക്കപ്പെട്ട സമയം ഏതോ ആ സമയത്ത് നമ്മൾ നിർവഹിക്കണം. നമ്മളിപ്പോൾ ഈ സൂര്യൻ്റെ ചലനങ്ങൾ നോക്കിയല്ല നമസ്കാരത്തിൻ്റെ സമയം കാണാറുള്ളത്. കൃത്യമായി നമ്മുടെ പള്ളികളിൽ രേഖപ്പെടുത്തപ്പെട്ട ബോർഡുകളുണ്ട്. നമുക്ക് തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന സെർച്ച് എഞ്ചിനുകളുണ്ട്. അല്ലെങ്കിൽ ഇതിനെയെല്ലാം കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ, കൃത്യമായ സമയങ്ങളിൽ ബാങ്ക് കൊടുക്കുന്ന ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണുകളിൽ നമ്മളെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് പോലും എന്ത് സംഭവിക്കുന്നില്ല? നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമസ്കാരത്തിൻ്റെ സമയമാവുക എന്നുള്ളത് നമസ്കാരം സ്വീകാര്യയോഗ്യമാകാനുള്ള ഷർത്തുകളിൽ പെട്ടതാണ്. എന്നാൽ നമസ്കാരത്തിൻ്റെ സമയമാകുന്നതിന് മുൻപ് ആർക്കെങ്കിലും നമസ്കരിക്കാൻ പറ്റുമോ? ഒരു കൂട്ടർക്ക് മാത്രമാണ് അത് ചെയ്യാൻ കഴിയുന്നത്. അത് ജംആക്കി നമസ്കരിക്കുമ്പോഴാണ്. ളുഹറും അസറും അസറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ളുഹറിൻ്റെ സമയത്തോ ചെയ്യാനുള്ള വകുപ്പുണ്ട് ഇസ്ലാമിൽ. അതിന് ജംആക്കി നമസ്കരിക്കുക എന്നാണ് പറയാം. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്, പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ ഉള്ള ആളുകൾക്കാണ് ജംആക്കി നമസ്കരിക്കാൻ പറ്റുക. അങ്ങനെയുള്ള ആളുകൾ ജമ്മു തഖ്ദീമാക്കി നമസ്കരിക്കുമ്പോൾ, ജമ്മു തഖ്ദീം എന്ന് പറഞ്ഞാൽ ളുഹറും അസറും ളുഹറിൻ്റെ സമയത്ത്, അപ്പോൾ ശരിക്കും എന്തായിട്ടില്ല? അസറിൻ്റെ സമയമായിട്ടില്ല. ദുഖൂലുൽ വക്ത് എന്ന് പറയുന്നത് ഷർത്ത് എന്ന നിലക്ക് നിലനിൽക്കുമ്പോൾ തന്നെ അസറിൻ്റെ സമയമാകാതെ ഒരാൾക്ക് നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ അത് ജംആക്കി നമസ്കരിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ്. അത് ളുഹറും അസറും അതേപോലെ തന്നെ മഗ്രിബും ഇശാഉം, ഇത് രണ്ടും ചേർത്ത് മഗ്രിബിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഇശാഇൻ്റെ സമയത്തോ ജമ്മു തഖ്ദീമായോ തഅഖീറായോ നമസ്കരിക്കാവുന്നതാണ്. ഇതിൽ ജംഉം കസുറും ഇല്ലാത്ത ഒരേ ഒരു നമസ്കാരമുള്ളൂ. ജംഉം കസുറും ഇല്ലാത്ത ഒരേ ഒരു നമസ്കാരമേ ഉള്ളൂ. ഏതാണെന്ന് അറിയാം?
സുബഹിയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ കഴിയില്ല. രണ്ടും കൂടെ കൊണ്ടുപോയിട്ട് ലുഹറിൻ്റെ നേരത്തേക്ക് ഒരു നമസ്കാരം ഇല്ല. എന്നാൽ നമ്മുടെ പള്ളികളിൽ ഏറ്റവും കുറവ് ആളുകൾ പള്ളിയിൽ ഉണ്ടാകുന്ന സമയത സുബഹി തന്നെയാണ്. ഒരു നിലക്കും സമയത്തിൻ്റെ കാര്യത്തിൽ നീക്കുപോക്കില്ലാത്ത ഒരു നമസ്കാരം സുബഹിയും. എന്നാൽ നമ്മുടെ പള്ളികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സമയം തെറ്റിച്ച് നമസ്കരിക്കുന്ന നമസ്കാരം സുബഹിയുമാകുന്ന ഒരു വൈരുദ്ധ്യാത്മകത നമ്മുടെ കർമ്മങ്ങളിൽ തന്നെ ചിലപ്പോൾ കാണുള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ മുസ്ലിമുകളാണ് എന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നു. അപ്പോൾ നാലാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് ദുഖൂലുൽ വക്താണ്, സമയം ആവുക എന്നതാണ്. അഞ്ചാമത്തത് ഇസാലത്തുൻ നജാസ, നജസിൽ നിന്ന് ഒഴിവാവുക എന്നുള്ളതാണ്. നമസ്കരിക്കാൻ നിൽക്കുന്ന ആള്, അയാളുടെ ശരീരം, അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, അയാൾ നിൽക്കുന്ന സ്ഥലം, ഇത് മൂന്നും നജസ് ഇല്ലാത്ത അവസ്ഥയിലായിരിക്കണം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. എങ്കിലേ നമസ്കാരം സ്വീകാര്യയോഗ്യമാവുകയുള്ളൂ. ശരീരത്തിൽ നജസ് ഉണ്ടാവാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബ്റൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഖബറുകൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നുപോയി. ഫഖാല, എന്നിട്ട് നബി കൂടെ ഉണ്ടായിരുന്ന സ്വഹാബിമാരോട് പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദിബാനി വമാ യുഅദ്ദിബാനി ഫീ കബീരിൻ, ഇന്നഹുമാ ലയുഅദ്ദിബാൻ. ഈ രണ്ട് ഖബറിലുമുള്ള ആളുകൾ ഇപ്പോൾ ഖബറിൽ ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വമാ യുഅദ്ദിബാനി ബി കബീരിൻ, എന്നാൽ വൻ പാപങ്ങൾ ചെയ്തതിൻ്റെ പേരിലല്ല ഇവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ തെറ്റ് ശിർക്ക് ചെയ്തതിൻ്റെ പേരിലൊന്നുമല്ല ഈ രണ്ടാളുകളും ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഖാല അമാ അഹദുഹുമാ ഫകാന യസ്ആ ബിൻ നമീമ, അതിൽ ഒരാൾ ഖബറിൽ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള കാരണം പരദൂഷണം പറഞ്ഞ് നടന്നതിൻ്റെ പേരിലാണ്. അന്യൻ്റെ തെറ്റുകൾ അന്വേഷിക്കുകയും അത് ആളുകൾക്കിടയിൽ ഇങ്ങനെ വ്യാപിപ്പിച്ച് നടക്കുകയും ചെയ്ത ആ തെറ്റ് ചെയ്തത് കൊണ്ടാണ്, നമീമത്ത് പറഞ്ഞതുകൊണ്ടാണ് ഒരാൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത്. രണ്ടാമത്തത് അമ്മൽ ആഖർ ഫകാന ലാ യസ്തൻസിഹു മിൻ ബൗലിഹി, നമ്മൾ പലപ്പോഴും പലരും വളരെ നിസാരമായി ജീവിതത്തിൽ കാണുകയും ലാഘവത്തോടു കൂടി കാണുകയും ചെയ്യുന്ന ഒരു വിഷയത്തിലാണ് ഖബറിൽ ഒരു മനുഷ്യൻ ശിക്ഷിക്കപ്പെടുന്നത്. എന്താണെന്നറിയോ? മൂത്രമൊഴിച്ചിട്ട് അവൻ കൃത്യമായി ശുദ്ധീകരിക്കാത്ത ആളാണ്. മൂത്രമൊഴിച്ചിട്ട് കൃത്യമായി ശുദ്ധീകരിക്കാത്ത ആള് ഈ ഖബറിൽ പരലോകത്തെത്തിയിട്ടില്ല, വിചാരണയൊന്നും തുടങ്ങിയിട്ടില്ല. അതിനു മുൻപ് തന്നെ നമ്മൾ എത്ര ലാഘവത്തോടു കൂടിയാണ് അത്തരം കാര്യങ്ങളെ കാണുന്നത്. എന്നാൽ എത്ര ഗൗരവത്തിലാണ് ഇസ്ലാം അതിനെ കാണുന്നത്. അങ്ങനെ വൃത്തിയാകാത്ത ഒരാളുടെ നമസ്കാരം സ്വീകാര്യമാവുകയില്ല എന്നാണ്. അവൻ കൃത്യമായി അവൻ്റെ ശരീരത്തെ നജസിൽ നിന്ന് മുക്തമാക്കിയിട്ടില്ല എങ്കിൽ. ഇത് പറയാനുള്ള കാരണം പലപ്പോഴും ഒരു ഹയർ സെക്കൻഡറി തലങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് എന്തേ നമസ്കരിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ പലരും പറയുന്ന മറുപടികളിലൊന്ന് മൂത്രമൊഴിച്ചിട്ട് കഴുകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നജസായിട്ടുണ്ട്, നമസ്കരിക്കാൻ കഴിയില്ല എന്നുള്ളിടത്താണ് കുട്ടികൾ. എന്നാൽ അതൊരു കാരണമല്ലല്ലോ. നമസ്കാരം ഒഴിവാക്കാനും നമസ്കാരം വൈകിപ്പിക്കാനും അതൊരു കാരണമല്ല എന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ ഗൗരവവും തിരിച്ചറിയാതെ പോവാണ്. അതുകൊണ്ട് കൃത്യമായി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും വേണം. ശരീരത്തിൽ നിന്ന് നജസ് നീക്കുക എന്ന് പറയുന്നത് നമസ്കാരം യോഗ്യമാകാനുള്ള ഒരു കാരണമാണ്, ഒരു ഷർത്താണ്. അതിൽ രണ്ടാമത്തത് വസ്ത്രത്തിൽ നിന്ന് നജസ് നീക്കണം എന്നുള്ളതാണ്. നമസ്കരിക്കാൻ വേണ്ടി ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് നജസ് നീങ്ങണം, നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വസിയാബക ഫതഹിർ, പ്രവാചകനോടാണ് ആ വർത്തമാനം. വസിയാബക ഫതഹിർ, പ്രവാചകരെ അങ്ങയുടെ വസ്ത്രം അങ്ങ് ശുദ്ധിയാക്കണം. മറ്റൊന്ന് നമസ്കരിക്കുന്ന സ്ഥലം, നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലം നജസ് ഇല്ലാത്തതായിരിക്കണം. വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടുമായി പറയുന്ന വർത്തമാനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 125-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. വ അഹിദ്നാ ഇലാ ഇബ്രാഹിമ വ ഇസ്മായിൽ
ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടും നാം ഒരു കരാർ ചെയ്യുകയുണ്ടായി. അൻ ത്വഹിറ ബൈതിയ ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. അള്ളാഹുവിൻ്റെ ഗേഹത്തെ, അള്ളാഹുവിൻ്റെ ഭവനത്തെ ശുദ്ധിയാക്കണം. ലിത്വാഇഫീന വൽ ആകിഫീൻ, ഇത്തികാഫിരിക്കുന്ന ആളുകൾക്കും തവാഫ് ചെയ്യുന്ന ആളുകൾക്കും വറുക്കഇ സുജൂദ്, സുജൂദ് ചെയ്യുന്നവർക്കും റുക്കൂ ചെയ്യുന്നവർക്കുമായി, അഥവാ നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമസ്കാരം നിർവഹിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ നമസ്കരിക്കുന്നത് ആ നമസ്കാര സ്ഥലം വൃത്തിയായി നജസിൽ നിന്ന് മുക്തമായി ഇരിക്കണം. ഈ 3 സ്ഥലങ്ങളും നജസിൽ നിന്ന് മുക്തമായാൽ മാത്രമാണ് നമസ്കാരം സ്വീകാര്യമാവുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഇതിൽ ചില ഇളവുകൾ കാണുന്നത് ചിലർക്ക് മാത്രമാണ്. ഒന്ന്, നജസായത് അറിയാതെയാണ് ഒരാൾ ആ വസ്ത്രം ഉടുത്ത് നമസ്കരിക്കുന്നത് എങ്കിൽ അയാൾ നമസ്കാരം മടക്കേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്കങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നജസുള്ള ഒരു ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനെ അത് ധരിപ്പിക്കുകയും ചെയ്ത സമയത്ത് ആ നമസ്കാരത്തിനിടയിൽ തന്നെ പ്രവാചകൻ ചെരുപ്പ് മാറ്റിവെച്ചുകൊണ്ട് നമസ്കരിക്കുകയും, എന്നാൽ ആ നജസോടുകൂടി നമസ്കരിച്ച ആദ്യത്തെ റക്അത്തുകൾ പ്രവാചകൻ എന്ത് ചെയ്തിട്ടില്ല? വീണ്ടും മടക്കി നമസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് അറിയാതെ ആണ് നമ്മൾ നമസ്കരിക്കുന്നത് എങ്കിൽ ആ നമസ്കാരം മടക്കേണ്ടതില്ല എന്നുള്ളതാണ്. പിന്നെ ഒന്ന്, ഈ നീക്കം ചെയ്യാൻ കഴിയാത്ത നജസ് നീക്കം ചെയ്യാൻ കഴിയാത്ത ചില അവസ്ഥകളുണ്ടാവും. കിടപ്പ് രോഗികളായ ആളുകൾ, അവർക്ക് മറ്റാരുടെയും സഹായമില്ലാത്ത അവസ്ഥയിലോ ഒക്കെ ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ തടവറയിൽ കഴിയുന്ന ആളുകളാണെങ്കിൽ, തടവറയിൽ കഴിയുന്ന ഒരു ജയിൽ പുള്ളി ആവുകയും അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ നജസ് ഉണ്ടാവുകയും എന്നാൽ അത് കഴുകി വൃത്തിയാക്കാൻ പുറത്തേക്ക് പോകാനൊന്നും കഴിയാത്ത വിധം ബന്ധിക്കപ്പെട്ട ആളാണ് എങ്കിൽ അയാൾക്ക് ആ വസ്ത്രത്തോടു കൂടി നമസ്കരിക്കാവുന്നതാണ്. അപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നമസ്കാരം ഒഴിവാക്കാൻ ഒരു വകുപ്പും കാണുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഷർത്ത് പറഞ്ഞിട്ടും അതോടൊപ്പം പറയുന്നത് ഇങ്ങനെ വന്നാലും നമസ്കരിക്കാവുന്നതാണ്. പക്ഷേ നമസ്കാരം ഒഴിവാക്കാനുള്ള ഒരു മാർഗവും ഒരു കാരണവും ഇസ്ലാമിൽ അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ ഒന്ന്, ഇസ്തിഹാദത്തുള്ള സ്ത്രീകളാണ്. ആർത്തവരക്തം നിലക്കാതെ അത് നീണ്ടുപോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ നമസ്കരിക്കാൻ നിൽക്കുമ്പോഴുള്ള പ്രശ്നമെന്ന് ചോദിച്ചാൽ, അവർ ശുദ്ധിയായതിന് ശേഷവും ഒരു പക്ഷേ ആ രക്തവാർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് മൂത്രവാർച്ച ഒരു രോഗമായി ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത്? അവർ നമസ്കാരത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അവർ വൃത്തിയായി, നമസ്കാരത്തിൻ്റെ സമയമായി വൃത്തിയായി വുളൂ ചെയ്ത് നമസ്കരിക്കാൻ വന്ന് നിന്നതിന് ശേഷവും ഈ മൂത്രവാർച്ച ഉണ്ടാവുകയാണ് എങ്കിൽ വീണ്ടും വീണ്ടും പോയി ഒളു എടുത്ത് ശുദ്ധിയായി നമസ്കരിക്കുക അസാധ്യമാണ്. ഒരു പക്ഷേ ളുഹർ തന്നെ ഇങ്ങനെ 10ഉം 20ഉം തവണയൊക്കെ നമസ്കരിക്കേണ്ടി വരും. അങ്ങനെ രോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ്. അവർ ചെയ്യേണ്ടത് നമസ്കാര സമയമായാൽ വൃത്തിയാവുകയും നജസായ ഭാഗം വൃത്തിയാക്കുകയും വുളൂ ചെയ്ത് നമസ്കരിക്കുകയും ചെയ്യുക. അതിനിടയിൽ മൂത്രവാർച്ച ഉണ്ടാവുകയോ ഇസ്തിഹാലത്ത് ഉണ്ടാവുകയോ ചെയ്താൽ അവരുടെ നമസ്കാരത്തെ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലരും നമസ്കാരം ഈ കാരണങ്ങൾ പറഞ്ഞ് മാറ്റിവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാറ്റിവെക്കാൻ ഒരു വകുപ്പുമില്ല എന്ന കാര്യം നമ്മൾ ബോധ്യപ്പെടണം. ഇനി അതിൽ അടുത്തത് ഇസ്തിഖ്ബാലുൽ ഖിബിലയാണ്. നമസ്കാരം സ്വീകാര്യയോഗ്യമാകാനുള്ള മറ്റൊരു ഷർത്ത് ഇസ്തിഖ്ബാലുൽ ഖിബില, കിബിലക്ക് അഭിമുഖമായി നിൽക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ വചനം, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, നീ മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് നിന്റെ മുഖത്തെ തിരിക്കണം. ഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹക്കും ശത്ര, നീ എവിടെയായിരുന്നാലും ശരി നിന്റെ മുഖത്തെ നീ തിരിക്കേണ്ടത് നമസ്കാരത്തിൻ്റെ സമയത്ത് മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം നമസ്കരിച്ചിരുന്നത് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞല്ല, അത് നമുക്കറിയാം. മസ്ജിദുൽ അഖ്സയായിരുന്നു ആദ്യത്തെ കിബില. എന്നാൽ പ്രവാചകന്റെ ആഗ്രഹം അറിഞ്ഞ റബ്ബ് സുബ്ഹാനഹു വ തആല മസ്ജിദുൽ ഹറാമിനെ കിബിലയായി നിശ്ചയിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞുകൊണ്ട് കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നത്. അപ്പോൾ കിബിലക്ക് അഭിമുഖമായി കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത്
നമസ്കാരം സ്വീകാര്യയോഗ്യമാകാനുള്ള ഷർത്തുകളിൽ ഒന്നാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കാറുള്ള ഒരു അബദ്ധം, ദിശ അറിയാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന് പെടുകയാണ് എങ്കിൽ ഇപ്പോൾ അത്തരം അബദ്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് കൃത്യമായി കിബില നിർണ്ണയിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തി ദിശ നിർണ്ണയിച്ച് കിബിലക്ക് അഭിമുഖമായി നിന്ന് തന്നെ വേണം നമസ്കരിക്കാൻ. എന്നാൽ അതിന് സാധ്യമാകാത്ത ചില ഘട്ടങ്ങളുണ്ട്. നമ്മൾ വാഹനത്തിൽ യാത്രയിലാണ് എന്ന് വിചാരിക്കാം, നമസ്കാരത്തിൻ്റെ സമയം നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരും അല്ലെങ്കിൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളുകളുമൊക്കെ ഒരുപക്ഷെ അതിലെ തിരക്കും ഒക്കെ കാരണം കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ഒരു നമസ്കാരം അവർക്ക് സാധ്യമായി എന്ന് വരില്ല. അപ്പോൾ അവരെന്തു ചെയ്യണം? എങ്ങനെയാണോ നമസ്കരിക്കാൻ കഴിയുന്നത് ആ രൂപത്തിൽ അവർ നമസ്കരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, അധികമായ ഭയത്തിൻ്റെ അവസരത്തിൽ, യുദ്ധത്തിൻ്റെ സമയത്ത് നിങ്ങളൊരു യുദ്ധത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എങ്കിൽ, ഭയം ഉണ്ടാകുന്ന സമയത്താണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾ കിബിലയിലേക്ക് തന്നെ തിരിഞ്ഞു നിന്ന് നമസ്കരിക്കണം എന്നല്ല. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 239-ാമത്തെ വചനം, ഫഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാനൻ, നിങ്ങൾ ഇനി ഭയപ്പെടുകയാണ് എങ്കിൽ, നിങ്ങൾ ഭയത്തിൻ്റെ വേളയിലാണ് എങ്കിൽ നിങ്ങൾക്ക് നടന്നുകൊണ്ടോ അതല്ല വാഹനത്തിലേറിയോ ഒക്കെ നമസ്കരിക്കാം. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ഫഇൻ കാന ഖൗഫുൻ ഹുവ അശദ്ദു മിൻ ദാലിക സല്ലു റിജാലൻ ഖിയാമൻ അലാ അഖ്ദാമിഹിം ഔ റുക്ബാനൻ. ഭയം അതിൻ്റെ ഉന്നതിയിലെത്തി നിൽക്കുമ്പോഴാണ് നിങ്ങൾ നമസ്കരിക്കാൻ നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് നടന്നോ വാഹനത്തിലായോ നമസ്കരിക്കാം. മുസ്തഖ്ബിലി അൽ ഖിബ്ലത ഔ ഗൈറ മുസ്തഖ്ബിലിഹ, കിബിലയിലേക്ക് തിരിഞ്ഞോ അല്ലെങ്കിൽ കിബിലക്ക് അഭിമുഖമല്ലാതെയോ നിങ്ങൾക്ക് നമസ്കരിക്കാവുന്നതാണ്. അവിടെയും ഒഴിവുണ്ട്. എന്തിന്? ഷർത്തിൽ ഒഴിവുണ്ട്, പക്ഷേ എന്തിൽ ഒഴിവില്ല? നമസ്കാരത്തിന് അവിടെയും ഒഴിവില്ല. നമുക്ക് പലപ്പോഴും ജാള്യതയാണ് തോന്നാറുള്ളത്. ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞ വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ നോക്കി നിൽക്കുമ്പോൾ എങ്ങനെ നമസ്കരിക്കും? ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാള്യത, ഒരു മടി. നമസ്കാരം ഉപേക്ഷിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ഒരു മടി, ആവശ്യമില്ലാത്തൊരു മടി ഇതാണ്. ആൾക്കാർ കണ്ടാൽ എന്ത് ചെയ്യും? ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, ഇതിനെക്കുറിച്ച് നാളെ പടച്ചറബ് എല്ലാ ആൾക്കാരും കാണുക എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനൊരു ചോദ്യം നമുക്ക് വരാത്തത് എന്താണെന്നറിയോ? നമ്മുടെ ഹയാ, നമ്മുടെ ഈമാനിനെ കവർ ചെയ്ത് പോകുമ്പോഴാണ്. നമ്മുടെ ലജ്ജ അല്ലെങ്കിൽ നമ്മുടെ മടി നമ്മുടെ ഈമാനിനെയും കവർ ചെയ്ത് പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം മടികൾ സംഭവിക്കുന്നത്. അത് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ കൃത്യമായി അത് നമസ്കരിക്കണം. പിന്നൊന്ന്, ദിശ മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ആവശ്യമില്ലാത്തതാണ്. എങ്കിലും നെറ്റ്വർക്ക് ലഭിക്കാത്തതോ ഒരു കാടിൻ്റെ ഉള്ളിലോ ഒക്കെയാണ് നമ്മൾ പോയി പെടുന്നത് എങ്കിൽ നമസ്കാരത്തിന് അവിടെയും ഒഴിവില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. സമയമായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമസ്കാരം നിർവഹിക്കണം. ആമിർ ബിൻ റബിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യാത്രയിലായിരിക്കുന്ന സമയത്ത് രാത്രി നല്ല ഇരുട്ടുള്ള ഒരു അവസ്ഥയിൽ കിബില നിർണ്ണയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, ദിശ അറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ബോധ്യത്തിനനുസരിച്ചുള്ള ദിശയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചു. പിന്നീട് പകൽ ആയപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞു. 4 ആളും 4 ദിക്കിലേക്കാണ്, 10 ആളും 10 വഴിക്ക് തിരിഞ്ഞാണ് നബിയെ നമസ്കരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനം അവലംബിച്ചു. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 115-ാമത്തെ വചനം അവതരിക്കുന്നത്. വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്, അള്ളാഹുവിനാണ് ഉദയ അസ്തമന സ്ഥാനങ്ങൾ, അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഫഅൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹി ഇന്നല്ലാഹ വാസിഉൻ അലീം, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ വജ്ഹുണ്ട്. ഇത് ആർക്കു മാത്രമാണ്? ഈ രൂപത്തിൽ എന്തെങ്കിലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഉള്ള ആളുകൾക്ക് മാത്രമാണ്. അതല്ലാത്ത ആളുകൾ നമ്മുടെ അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണോ കിബില തിരിച്ചറിയാൻ കഴിയുന്നത് അത് മനസ്സിലാക്കി കിബിലയിലേക്ക് തിരിഞ്ഞ് തന്നെ വേണം നമസ്കരിക്കാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ നമസ്കാരം സ്വീകാര്യയോഗ്യമാവുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതിങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തും ഹദീസും ഒക്കെ ചേർത്തുകൊണ്ട് വിശദീകരിക്കുന്നത്, പലതും നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെ വിശദീകരിക്കാനുള്ള കാരണം
എവിടെ നിന്നാണ് പണ്ഡിതന്മാർ ഇതെല്ലാം എടുത്തത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഖുർആനിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നെസ്സിൽപ്പെട്ട കാര്യങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യമാകാൻ വേണ്ടിയിട്ടാണ്. അത് ബോധ്യമാകുമ്പോഴാണ് അതിനോട് നമ്മുടെ താല്പര്യവും ഇഷ്ടവും പ്രതിബദ്ധതയും ഒക്കെ കൂടുക. റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇനിയും ചില ഷർത്തുകൾ നമസ്കാരത്തിൻ്റെതായി സൂചിപ്പിക്കുവാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ഖുതുബകളിൽ സൂചിപ്പിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള അത്ഭുത സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്ക് പ്രവാചകൻ്റെ ജീവിത ചരിത്രം വായിക്കുമ്പോൾ നമുക്കത് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. അത്തരത്തിൽ അമാനുഷികമായി പ്രവാചകൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെയാണ് മുഅ്ജിസത്തുകൾ എന്ന പേരിൽ നാം മനസ്സിലാക്കുന്നത്. അതിൽപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട മുഅ്ജിസത്താണ് ഇസ്രാ മിഅ്റാജ് എന്നുള്ളത്. നമുക്ക് കൃത്യമായി അറിയാം ഇത് രണ്ടും എന്താണ് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ നിന്ന് അഥവാ കഅബയിൽ നിന്ന് ഒരു രാത്രിയിൽ മസ്ജിദുൽ അഖ്സയിലേക്ക്, ഫലസ്തീനിലുള്ള ഒരു മാസത്തെ വഴിദൂരം ദൈർഘ്യമുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് അള്ളാഹു കൊണ്ടുപോയ ആ രാപ്രയാണത്തെയാണ് ഇസ്രാ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു. അനുഗ്രഹീതമായ അനുഗ്രഹങ്ങൾ നിറഞ്ഞ അതിനാൽ ചുറ്റപ്പെട്ട അഖ്സയിലേക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് തൻ്റെ അടിമയെയും കൊണ്ട് രാപ്രയാണം നടത്തിയ നാഥൻ എത്ര പരിശുദ്ധൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഇസ്രാ എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ്. അത് വിശദീകരിക്കപ്പെട്ട സമയത്ത് പോലും വിശ്വാസം സ്വീകരിക്കാത്ത ആളുകൾ, അവർക്ക് പ്രവാചകൻ അങ്ങനെ ഒരു യാത്ര നടത്തിയിട്ടുണ്ട് എന്ന് ബോധ്യമായതിന് ശേഷവും പ്രവാചകൻ പറഞ്ഞത് വിശ്വസിക്കാത്ത ആളുകൾ മക്കയിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഏഴാം ആകാശത്തേക്ക് നടത്തിയ പ്രവാചകൻ്റെ യാത്രയാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിലേക്ക് കയറിപ്പോവുക എന്നാണ്. അപ്പോൾ നബി ഏഴാം ആകാശത്തേക്ക് പോയ ആ യാത്രയെക്കുറിച്ചാണ് ഇത് സൂചിപ്പിക്കാനുള്ള കാരണം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമസ്കാരവുമായി ഇതിന് ബന്ധമുള്ളത് കൊണ്ടാണ്. നമസ്കാരം നിർബന്ധമായത് ഈ യാത്രയിലാണ്. ആദ്യം നിർബന്ധമാക്കിയത് എത്ര റക്അത്തായിരുന്നു? 50 റക്അത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ആദ്യം നിർബന്ധമാക്കിയത് 50 റക്അത്താണ്. ആ 50 റക്അത്ത് അള്ളാഹു പറഞ്ഞത് കേട്ട് അതേപോലെ തിരിച്ചു വരുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് കൃത്യമായി ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വിശദമായ ഹദീസ് പറയുന്നുണ്ട്. നമുക്ക് സാധ്യമായ സമയങ്ങളിൽ അതെടുത്ത് വായിച്ച് നോക്കേണ്ടതാണ്. അവിടെ പ്രവാചകൻ കണ്ട അത്ഭുതകരമായ കാഴ്ചകളും സ്വർഗ നരകങ്ങളിലെ കാഴ്ചകളും എല്ലാം അതിൽ വിശദീകരിക്കുന്നുണ്ട്. സമയപരിമിതി മൂലം വിശദീകരിക്കുന്നില്ല, നമ്മൾ വായിക്കണം. അവിടെ ആദ്യം നിർബന്ധമാക്കിയത് 50 റക്അത്താണ്. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് നിന്റെ സമുദായത്തിന് ഇത് കൊണ്ടു നടക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് മൂസാ നബി ആലോചിച്ചിട്ടുണ്ട്? എന്തുകൊണ്ട് മൂസാ നബി? അവിടെ വേറെയും പ്രവാചകന്മാരുണ്ട്, ഉണ്ടായിരിക്കെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ 50 റക്അത്ത് 50 നേരത്തെ നമസ്കാരവുമായി നീ ചെന്നു കഴിഞ്ഞാൽ നിന്റെ ഉമ്മത്തിന് ഇത് താങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നത് മൂസാ നബിയാണ്. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൗമിനാണ് അള്ളാഹു ഇത്രമേൽ പരീക്ഷണം, അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നേരിട്ട് കാണാൻ സാധിച്ചിട്ട് പോലും അള്ളാഹുവിൻ്റെ ചെറിയ കൽപ്പനകൾ പോലും പിന്തുടരാൻ കഴിയാത്ത ടീം അവരായതുകൊണ്ട്, ആ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട്, ബോധ്യമുള്ളത് കൊണ്ട് കൂടിയാണ് പറഞ്ഞത്. 5 റക്അത്തായി ചുരുക്കിയതിന് ശേഷവും മൂസാ നബിയെ സമീപിക്കുമ്പോൾ മൂസാ നബി പറയുന്നുണ്ട് ഈ 5ഉം ഈ ഉമ്മത്തിന് പറ്റില്ല കേട്ടോ. പക്ഷേ ഹയാ കൊണ്ട്, മടി കൊണ്ട്, ലജ്ജ കൊണ്ടാണ് പ്രവാചകൻ വീണ്ടും കുറക്കാൻ
പോകാതിരുന്നത് എന്നാണ്. ഈ 5 തന്നെ നമ്മുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. ഈ 5 റക്അത്ത് തന്നെ അല്ല 5 നേരത്തെ നമസ്കാരം തന്നെ പാടാണ്. ഈ കണക്കിന് 50 ആയിരുന്നെങ്കിലോ നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അത് എത്ര ഇടപെടലുകൾക്ക് ശേഷമാണ് ചുരുങ്ങി 5 ആയത് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. അതുകൊണ്ട് ആ 5നോട് പിന്നെ നീതി പുലർത്താൻ, ഗൗരവത്തിൽ അതിനെ മനസ്സിലാക്കാൻ, അത് കൃത്യമായി അതിൻ്റെ സമയങ്ങളിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒപ്പം സൂചിപ്പിക്കാനുള്ളത്, ഈ മിഅ്റാജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇസ്രാ എന്ന് പറയുന്ന സംഭവം എപ്പോഴാണ് നടന്നത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. റമദാനിലാണ് എന്നും ഷവ്വാലിലാണ് എന്നും റജബിലാണ് എന്നും അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. സൂചിപ്പിക്കാനുള്ള കാരണം, മിഅ്റാജുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രത്യേക ആരാധനാ കർമ്മങ്ങളോ നോമ്പുകളോ നമസ്കാരങ്ങളോ ഒന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് സ്വീകാര്യ യോഗ്യമായ രൂപത്തിൽ വന്നിട്ടില്ല എന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ പറയുന്നതല്ല, നേരെ മറിച്ച് ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രസിദ്ധനായ പണ്ഡിതൻ ഇമാം ബുഖാരിയുടെ അൽ ജാമിഉ സ്വഹീഹിന് വിശദീകരണം എഴുതിയ ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഇബ്നു ദഹിയയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം. വദക്കറ ബഅദുൽ ഖുസ്സാസ് അന്നൽ ഇസ്റാ കാന ഫി റജബിൻ. ചില കഥാകാരന്മാർ, കഥ പറയുന്ന ആളുകൾ പറയുന്നുണ്ട് ഇസ്രാ സംഭവിച്ചത് റജബിലാണ് എന്ന്. ഖാല, എന്നിട്ട് അദ്ദേഹം പറയുന്നു വദാലിക കദിബുൻ, അത് കളവാണ്, റജബിലല്ല എന്നതാണ് ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥം തബീയുനുൽ അജബി ബിമാ വറദ ഫി ഫളിൽ റജബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്, ലം യരിദ് ഫി ഫളിൽ റജബിൻ, റജബിൻ്റെ ഫളിലിനെ കുറിച്ച് വന്നിട്ടില്ല, വലാ ഫി സിയാമിഹി, ആ റജബിലെ നോമ്പിനെ സംബന്ധിച്ചോ, വലാ ഫി ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി, അതിലെ ഏതെങ്കിലും ഒരു പ്രത്യേക രാത്രിയിലുള്ള നമസ്കാരത്തെക്കുറിച്ചോ. റഗായിബ് നമസ്കാരം എന്ന രൂപത്തിൽ പ്രത്യേക രൂപത്തിൽ നിർവഹിക്കപ്പെടുന്ന നമസ്കാരങ്ങളുണ്ട്. എത്രത്തോളം അത് ആളുകൾ ചെയ്യുന്നുണ്ട് എന്നറിയില്ല, എങ്കിലും അത്തരത്തിൽ പ്രത്യേകമായ ഒരു രാത്രിയിലെ നമസ്കാരത്തെക്കുറിച്ചോ വന്നിട്ടില്ല. ഹദീസുൻ സ്വഹീഹുൻ, സ്വഹീഹായ ഹദീസ്, യസ്ലുഹു ലിൽ ഹുജ്ജ, തെളിവിന് സാധ്യമായ തെളിവായിട്ടെടുക്കാൻ പറ്റുന്ന ഒറ്റ ഹദീസ് പോലും വന്നിട്ടില്ല. എന്നാൽ മൗലു ആയ, കെട്ടിയുണ്ടാക്കപ്പെട്ട, ലഈഫായത് അല്ല, മൗലു ആയ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ലഈഫ് എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് ലഈഫാകാം. പക്ഷേ മൗലു എന്ന് പറഞ്ഞാൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതെ പ്രവാചകൻ്റെ പേരിൽ പിന്നീട് കെട്ടിയുണ്ടാക്കിയ ഹദീസുകളെയാണ് മൗലു എന്ന് പറയാം. അതുകൊണ്ട് മൗലു ആയ ചില ഹദീസുകളിൽ അതിന് 60 മാസത്തെ 60 വർഷത്തെ നോമ്പിൻ്റെ പ്രതിഫലമുണ്ട് എന്നും 100 വർഷത്തെ പ്രതിഫലമുണ്ട് എന്നൊക്കെ പറയുന്ന ഹദീസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സത്യം മനസ്സിലാക്കി അത് ബോധ്യപ്പെട്ട് അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകനും പഠിപ്പിച്ച ആരാധനാ കർമ്മങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും അത് ജീവിതത്തിൽ സമയബന്ധിതമായി നിർവഹിക്കാനും നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്നത്തെ നമ്മുടെ പള്ളിയിലെ കളക്ഷൻ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ക്യാൻസർ രോഗികളുടേതടക്കം നിരവധി ആളുകളുടെ അപേക്ഷകൾ നമ്മുടെ പള്ളികളിൽ എത്തിയിട്ടുണ്ട്. പലപ്പോഴും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മുടെ പള്ളിയിലെ ഒരു ആഴ്ചയിൽ മാത്രമാണ്, മാസത്തിലെ ഒരാഴ്ചയിൽ മാത്രമാണ് ഇതിലേക്കായി, ഈ ഒരു ആവശ്യത്തിലേക്കായി കളക്ഷൻ നമ്മൾ എടുക്കാറുള്ളത്. ആ കളക്ഷൻ കൊണ്ട് ഒരാളുടെ എങ്കിലും പ്രശ്നം ദൂരീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് മറുപടി ലഭിച്ചത്. അപ്പോൾ അപേക്ഷകർ ഒരുപാടുണ്ടാവുകയും ആവശ്യക്കാരായ ആളുകൾ ഒരുപാടുണ്ടാവുകയും നമ്മൾ അതിനോട് നിസ്സഹകരിക്കുകയുമാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാളെ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും എന്ന ബോധ്യത്തോടു കൂടി അതിനെ നന്മയിൽ സ്വീകരിക്കാൻ, സമീപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുതും വലുതുമായ കർമ്മങ്ങൾ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്തും മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ.
അവരുടെ പാപങ്ങളെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയ ഖാദിയൽ ഹാജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദീനാ മിനന്നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ